വാഴുന്നു, യേശു വാഴുന്നു, യേശു വാഴുന്നെന്നിൽ. യേശു വാഴുന്നു, യേശു വാഴുന്നു, യേശു വാഴുന്നെന്നിൽ. ആകുല നേരത്തും ആപത്തു നാളിലും യേശു വാഴുന്നെന്നിൽ. ആകുല നേരത്തും ആപത്തു നാളിലും യേശു വാഴുന്നെന്നിൽ. യേശു വാഴുന്നു, യേശു വാഴുന്നു, യേശു വാഴുന്നെന്നിൽ. യേശു വാഴുന്നു, യേശു വാഴുന്നു, യേശു വാഴുന്നെന്നിൽ. ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. അതിമനോഹരമാകുന്ന പുതിയ ദിനത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ജീസസ് റെയിൻസ്. യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഈ പ്രഭാതത്തിലും ദൈവവചനം കേൾക്കുവാൻ വേണ്ടി നമുക്ക് ലഭ്യമായിരിക്കുന്ന അവസരം പ്രയോജനപ്പെടുത്താം. ദൈവശബ്ദമാണ് നമ്മെ ബലപ്പെടുത്തുന്നത്, ദൈവശബ്ദമാണ് നമ്മെ വിടുവിക്കുന്നത്, അവിടുത്തെ ശബ്ദമാണ് നമ്മെ സൗഖ്യമാക്കുന്നത്. ദൈവം വചനമാകുന്നു, വചനം ദൈവമാകുന്നു. വചനം കേൾക്കുമ്പോൾ അവിടുത്തെ കരം നമ്മുടെ മേൽ ആശീർവാദമായി അനുഗ്രഹമായി വെളിപ്പെടുവാൻ പോകുന്നു. ഈ പ്രഭാതത്തിലും പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത് ഹൃദയം തുറന്ന് നമുക്ക് സ്വീകരിക്കാം. 1-2 ദിവസങ്ങളായിട്ട് ഞാൻ നിങ്ങളോട് ആസക്തികളെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അഡിക്ഷൻസിനെ കുറിച്ചാണ്. എങ്ങനെ ആസക്തികളിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കുവാൻ കഴിയും. ചില വചനഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. യാക്കോബിൻ്റെ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പരീക്ഷ എന്നതിന് ഇംഗ്ലീഷിൽ ടെംപ്റ്റേഷൻ എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ടെസ്റ്റ് എന്നല്ല, ടെംപ്റ്റേഷൻ. ടെംപ്റ്റേഷൻ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷിക്കപ്പെടുമ്പോൾ, ടെംപ്റ്റേഷൻ ഉണ്ടാകുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ ആകുന്നു. താനാരെയും പരീക്ഷിക്കുന്നതുമില്ല. സിഗരറ്റ് വലിക്കാൻ ടെംപ്റ്റേഷൻ ഉണ്ടാകുമ്പോൾ, ഹാഷിഷ് എടുക്കുവാൻ ടെംപ്റ്റേഷൻ ഉണ്ടാകുമ്പോൾ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്നാരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത്. ഇത് ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളുടെ ടെംപ്റ്റേഷൻസ് വരുന്നത്? സബ്സ്റ്റൻസ് അഡിക്ഷനിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുപോകുന്ന ടെംപ്റ്റേഷൻസ് വരുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം എടുത്തിട്ട് മരണത്തെ പിറന്നു.
ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ. ലസ്റ്റാണ് ഇതിൻ്റെ പിന്നിലെ രഹസ്യമെന്ന് പറയുന്നത്. ഈ ജഡവുമായി ബന്ധപ്പെട്ട ആഗ്രഹത്തിൻ്റെ ആർത്തി, അതാണ് ഒരു വ്യക്തിയെ ടെംപ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് മരണത്തെ പൊറുന്നു. ചുറ്റും വരുന്ന പരീക്ഷണങ്ങളെ ജയിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ദൈവപരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടുക, പാപത്തെ ജയിച്ച് ജീവിക്കുക, ആസക്തികളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുക, നമ്മുടെ ബ്രെയിനെ ഹൈജാക്ക് ചെയ്യുവാൻ സമ്മതിക്കാതിരിക്കുക, സബ്സ്റ്റൻസ് അഡിക്ഷൻസ് മുൻപിൽ വന്ന് പരീക്ഷിക്കുമ്പോൾ, ടെംപ്റ്റേഷൻസ് തരുമ്പോൾ അതിൽ നിന്ന് ജയം പ്രാപിക്കുക. യേശുവിൻ നാമത്തിൽ അതിൽ നിന്ന് ജയം പ്രാപിക്കുക. 1 യോഹന്നാൻ്റെ ലേഖനം 2-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം സുപരിചിതമാകുന്നുവല്ലോ. 15 മുതൽ വായിക്കാം. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രയാകുന്നു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവനാണ് എന്നേക്കുമിരിക്കുന്നത്. എന്നെ ചിലരൊക്കെ, ആസക്തികളുള്ള ചിലരൊക്കെ വിളിക്കാറുണ്ട്. ചില നാളുകൾക്ക് മുന്നമേ ആസക്തികളുള്ള ഒരു സഹോദരനെ വിളിച്ചു. ഒന്നിലധികം സബ്സ്റ്റൻസിന് ആ വ്യക്തി അടിമയാകുന്നു. ഈ തമ്പാക്കു പോലൊരു സാധനം പാക്കറ്റ് കിട്ടുമല്ലോ, അതിനും അദ്ദേഹം അടിമയാകുന്നു. മദ്യപാനത്തിന് അടിമയാണ്. പിന്നെ അതിനെന്താ, ഹുക്കായോ തമ്പാക്കോ, ആ സാധനത്തിനും അടിമയാണ്. വായിലിട്ട് അത് കൊണ്ടു നടക്കുന്നു. പാൻ പരാഗ് പോലെയുള്ള സാധനത്തിനും, അതിപ്പോൾ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു, എന്നാൽ അതിന് സമാനമായി ചിലപ്പം ചില കാര്യങ്ങൾ കാണുമായിരിക്കാം. ഇങ്ങനെ വിവിധങ്ങളാകുന്ന സബ്സ്റ്റൻസുകൾക്കാണ് ആളുകൾ അടിമകളായിരിക്കുന്നത്. ഒരാൾ പാൻ പരാഗിനായിരിക്കും, ഒരാൾ തമ്പാക്കിനായിരിക്കും, ഒരാൾ വെറ്റിലയും പാക്കിനുമായിരിക്കും, വേറൊരാൾ പുകവലിക്കായിരിക്കും. ഇനി കുറേ യൗവനക്കാരിപ്പോൾ ഹാഷിഷിനും മരജ്വാനിക്കും LSDക്കും അങ്ങനെ തുടങ്ങി കൊക്കൈനും ഇത്തരത്തിലുള്ള വിവിധ സബ്സ്റ്റൻസുകൾക്ക് അടിമകളാകുന്നവർ, അതിൽ നിന്ന് ദൈവം അവരെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവ ഇഷ്ടം ചെയ്യുന്നവനാണ് എന്നേക്കും ഇരിക്കുവാൻ പോകുന്നത്. ആമേൻ. 1 കൊരിന്ത്യർ അതിൻ്റെ 15-ാമത്തെ അധ്യായം 33-ാമത്തെ വാക്യം. അവിടെ അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ആശയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏതാണ്ട് സമാന ആശയം തന്നെയാണ്. എങ്കിലും ഇംഗ്ലീഷിൽ ന്യൂ കിങ് ജെയിംസ് ട്രാൻസ്ലേഷനിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഡു നോട്ട് ബി ഡിസീവ്ഡ്, ഈവിൾ കമ്പനി കറപ്റ്റ്സ് ഗുഡ് ഹാബിറ്റ്സ്. ഈവിൾ കമ്പനി കറപ്റ്റ്സ് ഗുഡ് ഹാബിറ്റ്സ്. മലയാളത്തിൽ ദുർഭാഷണത്താൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഈവിൾ കമ്പനി, നിൻ്റെ കൂട്ടുകെട്ട്. മലയാളത്തിൽ വഞ്ചിക്കപ്പെടരുത്, ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. അങ്ങനെയൊരു ട്രാൻസ്ലേഷനിലുണ്ട്, ദുർഭാഷണത്താൽ, അല്ലെങ്കിൽ തെറ്റായ കൂട്ടുകെട്ടുകളാൽ സദാചാരം കെട്ടുപോകുന്നു. നല്ല ഹാബിറ്റ്സ് ഉള്ള ഒരു വ്യക്തിയാകുന്നു എങ്കിൽ നീ ചെന്നൊരു തെറ്റായ കൂട്ടുകെട്ടിൽ പെടുകയാണ് എങ്കിൽ അത് മുഖാന്തരമായി നിൻ്റെ നല്ല ഹാബിറ്റ്സ് എല്ലാം പോയിട്ട് ആവശ്യമില്ലാത്ത സാധനമെല്ലാം നിൻ്റെ ഉള്ളിൽ കയറും. കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധിക്കുക. പ്രായമുള്ളവരാണെങ്കിലും ആരോടാണ് നിങ്ങൾ കമ്പനി കൂടുന്നത്, നിങ്ങളുടെ കൂട്ടുകെട്ട് ആരോടാണ്, അത് വളരെ ശ്രദ്ധിക്കുക. ഈവിൾ കമ്പനി കറപ്റ്റ്സ് ഗുഡ് ഹാബിറ്റ്സ്. അതാണ് ഈ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്. ന്യൂ കിങ് ജെയിംസ് വേർഷനിൽ പറഞ്ഞിരിക്കുന്നത് ഈവിൾ കമ്പനി കറപ്റ്റ്സ് ഗുഡ് ഹാബിറ്റ്സ്. അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നു വഞ്ചിക്കപ്പെടരുത്, ദുർഭാഷണത്താൽ സദാചാരം
കെട്ടുപോകുന്നു. വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നിങ്ങളൊരു കോളേജിൽ ചെല്ലുമ്പോൾ, നിങ്ങളൊരു പുതിയ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെല്ലുമ്പോൾ, നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ ഉള്ളിൽ ഈ ആവശ്യമില്ലാത്ത തിരക്കുകളുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള കൂട്ടുകാരെയാണ് തേടുന്നത് തന്നെ. അവരുടെ കൂടെ ആയിരിക്കുന്നതിലായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം. എന്നാൽ ഗുഡ് ഹാബിറ്റ്സ് ഉള്ള വ്യക്തിയാകുന്നുവെങ്കിൽ, ദൈവ ഭയമുള്ള വ്യക്തിയാകുന്നുവെങ്കിൽ, യേശുവിനെ സ്നേഹിക്കുന്ന വ്യക്തിയാകുന്നുവെങ്കിൽ അവരുടെ കൂട്ടുകാർ അതേപോലെയുള്ളവരായിരിക്കും. അങ്ങനെയുള്ളവരെ തിരഞ്ഞെടുക്കുവാൻ അവർ തയ്യാറാകും. ആമേൻ. ഈ ഭാഗങ്ങൾ വളരെ ഗൗരവമേറിയ ഭാഗങ്ങളാകുന്നു. വളരെ വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ സബ്സ്റ്റൻസ് അഡിക്ഷനുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ ബയോളജി, അതിൻ്റെ ബ്രെയിനുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ സംവിധാനവുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ ശരീരശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ആമേൻ. അതിനാൽ ഞാൻ ഇന്ന് നിങ്ങളെ മറ്റു ചില ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുകയാണ്. സബ്സ്റ്റൻസ് അഡിക്ഷനിൽ ഏറ്റവും ഗുരുതരമാകുന്ന സ്വാധീനം, ഏറ്റവും വലിയ സ്വാധീനം മനുഷ്യരിൽ ചെലുത്തുന്നൊരു സാധനമാണ്, നൂറ്റാണ്ടുകളായി ചെലുത്തുന്നൊരു സാധനമാണ് മദ്യപാനാസക്തി എന്ന് പറയുന്നത്. ബൈബിൾ കാലഘട്ടത്തിൽ ഇന്നുള്ളതുപോലെ ഹാഷിഷോ കൊക്കെയിനോ മരജ്വാനയോ ഇന്നുള്ളതുപോലെ അന്ന് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. എന്നാൽ മദ്യപാനം അന്നു മുതൽ തന്നെയുണ്ട്. മനുഷ്യ സൃഷ്ടിയുടെ ആരംഭ സമയം മുതൽ, മനുഷ്യൻ തേജസ്സിൽ നിന്ന് വീണതിന് ശേഷം ആ സമയം മുതൽ തന്നെ മനുഷ്യനിൽ മദ്യപാനാസക്തി ഉണ്ട് എന്നുള്ളത് വ്യക്തമാകുന്നു. നോഹയുടെ സമയത്ത് വീണ്ടും അത് പുനരാരംഭിക്കുകയാണ്. ജലപ്രളയത്തിൽ മനുഷ്യകുലം മുഴുവൻ ഇല്ലാതെയായി തീർന്നു. നോഹയുടെ കുടുംബം മാത്രമാണ് ശേഷിച്ചത്. മനുഷ്യൻ്റെ സൃഷ്ടിയുടെ ആരംഭം മുതൽ, മനുഷ്യൻ തേജസ്സിൽ നിന്ന് വീണതിന് ശേഷമായിട്ട് അന്നു മുതൽ തന്നെ മനുഷ്യനിൽ മദ്യപാനാസക്തി ഉണ്ട് എന്നുള്ളത് വ്യക്തമാകുന്നു. നോഹയുടെ സമയത്ത് വീണ്ടും അത് പുനരാരംഭിക്കുകയാണ്. നോഹയുടെ സമയത്ത് മനുഷ്യകുലം മുഴുവൻ ജലപ്രളയത്തിൽ ഇല്ലാതെയായെങ്കിൽ പോലും നോഹ പിന്നീട് തൻ്റെ കുടുംബം ഈ ഭൂമിയിൽ പാർക്കുവാൻ തുടങ്ങിയപ്പോൾ നോഹയും അളവിൽ കൂടുതൽ മദ്യം അല്ലെങ്കിൽ വീഞ്ഞ് കുടിച്ച് മദ്യാസക്തി തനിക്കുണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അതൊരാസക്തിയാകണമെന്നില്ല, എന്നാൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ അദ്ദേഹം അളവിൽ കൂടുതൽ കുടിച്ചു എന്നത് നമുക്ക് ബൈബിളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നെയും മനുഷ്യൻ ഈ മദ്യപാനം എന്ന് പറയുന്നത് മനുഷ്യകുലത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇന്ന് അത് വളരെ വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളായിരിക്കുന്നത്. 2019 കണക്ക് പറയാം, കേരളത്തിലെ കണക്കാണ്. 3.5 വർഷത്തെ ചരിത്രമെങ്ങാണ്ട് എടുത്തു കഴിഞ്ഞപ്പോൾ 45,000 കോടി രൂപയുടെ മദ്യമാണ് കേരളത്തിൽ വിൽക്കപ്പെട്ടത്. ഒരു വർഷത്തെ കണക്കാണോ അതോ ഇനി 3.5 വർഷത്തെ കണക്കാണോ? 3.5 വർഷത്തെ കണക്കായിരിക്കും. 45,000 കോടി രൂപയുടെ മദ്യം ഈ കൊച്ചു കേരളത്തിൽ വിൽക്കപ്പെട്ടു. എന്താണ് അത് വെളിപ്പെടുത്തുന്നത്? കേരളം മദ്യപാനാസക്തിയുമായി അഗാധമായ പ്രേമബന്ധത്തിലാകുന്നു. ഇതെന്താണ് വെളിപ്പെടുത്തുന്നത്? കേരളം മദ്യപാനാസക്തിയുമായുള്ള അഗാധമായ പ്രേമബന്ധത്തിലാകുന്നു. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ശ്രദ്ധ തിരിക്കുക. ഒരിക്കൽ കൂടി എഫേസ്യ ലേഖനത്തിലേക്ക് പോകാം. എഫേസ്യ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. ആകയാൽ സൂക്ഷ്മത്തോട് അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവീൻ. 18-ാമത്തെ വാക്യം, വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. വളരെ വ്യക്തമായിട്ട് ബൈബിൾ അത് നമ്മെ പഠിപ്പിക്കുകയാണ്. വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. 1 കൊരിന്ത്യർ 6-ാമത്തെ അധ്യായം, ബൈബിൾ തന്നെ നിങ്ങളോട് സംസാരിക്കട്ടെ. 9 മുതലുള്ള വാക്യങ്ങൾ, അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ,
കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാനികൾ. അപ്പോൾ മദ്യപാനികളെ ഇട്ടിരിക്കുന്നത്, ആ ലിസ്റ്റ് നോക്കുക, ദുർനടപ്പുകാരുടെ കൂട്ടത്തിൽ, വിഗ്രഹാരാധികളുടെ കൂട്ടത്തിൽ, വ്യഭിചാരികളുടെ കൂട്ടത്തിൽ, കള്ളന്മാരുടെ കൂട്ടത്തിൽ, അത്യാഗ്രഹികളുടെ കൂട്ടത്തിലാണ് മദ്യപാനികളെ ഇട്ടിരിക്കുന്നത്. മദ്യപാനികൾ, വാവിഷ്ഠാണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കില്ല. കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ, വളരെ വ്യക്തമായി ബൈബിൾ നമ്മോട് സംസാരിക്കുകയാണ്. മദ്യപാനികൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ആ മേഖലയിൽ മാനസാന്തരപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ സമയം പ്രയോജനപ്പെടുത്തുക. സദൃശവാക്യങ്ങൾ 20-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. വീഞ്ഞ് പരിഹാസ്യം, മദ്യം കലഹക്കാരനുമാകുന്നു, അതിനാൽ ചാഞ്ചാടി നടക്കുന്ന ആരും ജ്ഞാനിയാകയില്ല. ഒരിക്കൽ കൂടെ വായിക്കാം. വീഞ്ഞു പരിഹാസ്യം, മദ്യം കലഹക്കാരനുമാകുന്നു, അതിനാൽ ചാഞ്ചാടി നടക്കുന്ന ആരും ജ്ഞാനിയാകയില്ല. വളരെ വളരെ വ്യക്തമായിട്ട് ബൈബിൾ തന്നെ നമ്മോട് സംസാരിക്കുകയാണ്. സദൃശവാക്യങ്ങളിൽ ഇനിയും ആവർത്തിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് സദൃശ്യവാക്യത്തിലൂടെ സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. സദൃശ്യവാക്യം 23-ാമത്തെ അധ്യായം അതിൻ്റെ 29 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. 23-ാമത്തെ അധ്യായം 29 മുതലുള്ള വാക്യങ്ങൾ. ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം, ആർക്ക് കലഹം, ആർക്കാവലാതി, ആർക്കനാവശ്യമായ മുറിവുകൾ, ആർക്ക് കൺചുവപ്പ്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു പഴയ കൂട്ടുകാരനെ കാണാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ അവൻ്റെ കണ്ണ് ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി അവൻ എത്ര ഡീപ്പായിട്ട് മദ്യപാനത്തിലേക്കായിരിക്കുന്നു എന്നവൻ്റെ കണ്ണ് ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി. ഈ സ്ഥിരമായി മദ്യപിക്കുന്നവരുടെ കണ്ണിൻ്റെ ഷേപ്പ് വല്ലാതായിപ്പോകും. ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം, ആർക്ക് കലഹം, ആർക്കാവലാതി, ആർക്ക് അനാവശ്യമായ മുറിവുകൾ, ആർക്ക് കൺചുവപ്പ്. വീഞ്ഞു കുടിച്ചുകൊണ്ട് നേരം വൈകിക്കുന്നവർക്കും മദ്യം രുചി നോക്കുവാൻ പോകുന്നവർക്കും തന്നെ വീഞ്ഞ് ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത്. ഈ മദ്യപാനത്തിൽ നിന്ന് പുറത്തു വന്നവർ പിന്നെ ആ ബാറിൻ്റെ അതുവഴിയൊക്കെ പോകുമ്പോഴേക്കും അവർക്കുണ്ടാകുന്ന ഒരു ടെംപ്റ്റേഷൻ, അതിൻ്റെ മണം വരുമ്പോഴേക്കും അകത്തുണ്ടാകുന്ന അത് പിന്നെയും രുചിക്കുവാൻ വേണ്ടിയുള്ള ഒരു വൃത്തികെട്ട ആഗ്രഹം. വീഞ്ഞ് ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത്. ഒടുക്കം അത് സർപ്പം പോലെ കടിക്കും, അണലി പോലെ കൊത്തും. നിന്റെ കണ്ണ് പരസ്ത്രീകളെ നോക്കും. കള്ളുകൂടി മദ്യപാനം ആരംഭിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തതെല്ലാം അകത്തു കയറും. അപ്പോഴാണ് നിന്റെ കണ്ണ് പരസ്ത്രീകളെ നോക്കും. നിന്റെ ഹൃദയം വക്രത പറയും. നീ നടുക്കടലിൽ ശയിക്കുന്നവനെ പോലെയും പാമരത്തിൻ്റെ മുകളിൽ ഉറങ്ങുന്നവനെ പോലെയുമാകും. ഇനി കേട്ടോണം, മദ്യപാനിക്കുണ്ടാകുന്ന അവസ്ഥ. അവൻ എന്നെ അടിച്ചു, എനിക്ക് നൊന്തില്ല, നോക്കത്തില്ലല്ലോ. അവർ എന്നെ തല്ലി, ഞാൻ അറിയത്തില്ലല്ലോ. ഞാൻ എപ്പോൾ ഉണരും, ഞാൻ ഇനിയും അതുതന്നെ തേടും. ഉണരുന്നത് എപ്പോഴാണെന്നറിയത്തില്ല, പക്ഷേ ഉണരുമ്പോൾ ഒരു തീരുമാനമുണ്ട്, ഞാൻ ഇനിയും അതുതന്നെ തേടുമെന്നും നീ പറയും. മദ്യപാനാസക്തിയിൽപ്പെട്ടവരുടെ കൃത്യമാകുന്ന ചരിത്രമാണ് ബൈബിളിൽ സദൃശ്യവാക്യം 23-ാമത്തെ അധ്യായം 29 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ കൂടുതൽ വിശദീകരണം ആവശ്യമില്ല. അവരെക്കുറിച്ച് ഇതിൽ കൂടുതൽ വിശദീകരിച്ച് പറയേണ്ട കാര്യമില്ല. ഇതിൽ വലിയ ഒരു ദുരന്തമില്ല. മദ്യപാനാസക്തിയിൽ അവരായിരിക്കുന്ന ആ അവസ്ഥയിൽ ഉള്ള ദുരന്തം അത് വിവരിക്കുവാൻ കഴിയുകയില്ല. അത്ര ഭീകരമാകുന്ന ദുരന്തമാണ് അത്. മെല്ലെ മെല്ലെ അവർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു സ്ലോ പോയിസൺ പോലെ
മെല്ലെ മെല്ലെ അവയവങ്ങളിലേക്ക് വ്യാപരിച്ചവരുടെ സന്തോഷം നഷ്ടമായി, കുടുംബജീവിതത്തിലെ ആ ഗുണമേന്മ നഷ്ടമായി, സാമ്പത്തിക നന്മകൾ അവർക്ക് നഷ്ടമായി. ഭക്ഷണം നല്ലതായിട്ട് കഴിക്കാൻ ഒക്കുമോ? ഭക്ഷണത്തോടുള്ള രുചി നഷ്ടമായി. ശരീരാവയവങ്ങൾ ഓരോന്നോരോന്ന് കേടുപിടിക്കുവാൻ തുടങ്ങും. ലിവറിന് കേടായി, വയറിന് കേടായി. അത്തരത്തിൽ ദുരിതപൂർണമാകുന്ന ഈ ഭൂമിയിലെ ജീവിതവും വളരെ പരിതാപകരമാകുന്ന ജീവിതാന്ത്യവും, അതാണ് മദ്യപാനാസക്തിയിൽ കുടുങ്ങുന്നവരുടെ അവസ്ഥ. ഈ ശബ്ദം കേൾക്കുന്ന ആർക്കെങ്കിലും അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ യേശു നിങ്ങളെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ കഴിയും, പൂർണ്ണമായും സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ കഴിയും. ഞാൻ ഏകദേശം 25 വർഷങ്ങളായിട്ട് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നു. 100 കണക്കിന് മദ്യപാനികൾ യേശുക്രിസ്തുവിൻ നാമത്തിൽ പൂർണ്ണമായും വിടുവിക്കപ്പെട്ട് അവരിന്നും പിന്നീട് ഒരിക്കലും മദ്യപാനത്തിലേക്ക് മടങ്ങിപ്പോകാതെ ഇന്നും വളരെ വിശുദ്ധമാകുന്നൊരു ജീവിതം നയിക്കുവാൻ ദൈവം അവരെ സഹായിക്കുന്നു. യേശു അവരെ വിടുവിച്ചതുകൊണ്ടാണ്. ചിലരുടെയൊക്കെ ജീവിതത്തിൽ 16 വർഷത്തെ മദ്യപാനം, ദീർഘവർഷങ്ങൾ മദ്യപാനാസക്തിയിൽ കുടുങ്ങിക്കിടന്നവർ വിടുവിക്കപ്പെട്ടു. ഒരു പ്രാർത്ഥനയിൽ വിടുവിക്കപ്പെട്ടു. ചിലർക്ക് അല്പം സമയമെടുത്തു, എന്നാൽ മിക്കവരും ഒരു പ്രാർത്ഥനയിൽ വിടുവിക്കപ്പെട്ടു. പിന്നീട് അവർക്ക് മടങ്ങിപ്പോകേണ്ടതായിട്ട് വന്നില്ല. അവരാ സാധനത്തെ വെറുക്കുവാൻ തുടങ്ങുന്ന നിലവാരത്തിലുള്ള അത്ഭുത വിടുതലിനെ യേശു അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ പകർന്നു. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളാരെങ്കിലും മദ്യപാനാസക്തിയിൽ കുടുങ്ങിയവരാകുന്നുവെങ്കിൽ യേശു നിങ്ങളെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദരിമാർ, നിങ്ങളുടെ ഭർത്താക്കന്മാർ മദ്യപാനാസക്തിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് എങ്കിൽ ബഹളം ഉണ്ടാക്കരുത്, വഴക്കുണ്ടാക്കരുത്, അവരെ വെറുക്കരുത്, ഭക്ഷണം കൊടുക്കാതിരിക്കരുത്, അങ്ങനെയൊന്നും ചെയ്യരുത്. അങ്ങനെയൊന്നും ചെയ്തിട്ട് പ്രയോജനമില്ല. അവർക്ക് വേണ്ടി ചെയ്യേണ്ടത് പ്രാർത്ഥിക്കുക എന്നതാണ്. ആമേൻ. നിങ്ങൾ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് സ്നേഹത്തോടുകൂടി അവരെ സ്നേഹിക്കണം. ആ സ്നേഹം അവരോട് പ്രകടിപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥന ഉയർത്തുകയാണ് എങ്കിൽ കർത്താവ് അങ്ങനെയുള്ളവരെ വിടുവിക്കുവാൻ വിശ്വസ്തനാകുന്നു. യേശുവിൻ നാമത്തിൽ അവർ സ്വതന്ത്രരാകും. സമ്പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം അവരുടെ മേൽ അയക്കുവാൻ കർത്താവാകുന്ന യേശു സന്നദ്ധനാകുന്നു. വളരെ വർഷങ്ങൾക്ക് മുന്നമേ ദീർഘകാലം മദ്യപാനാസക്തിയിൽ കുടുങ്ങിക്കിടന്ന ഒരു സഹോദരൻ, തൻ്റെ ഭാര്യ വിശ്വാസത്തിലായിരുന്നു. ആ മകൾ പ്രാർത്ഥിച്ചു, വളരെ പ്രാർത്ഥിച്ചു. ഇയാൾ കുടിച്ചേച്ച് വന്നിട്ട് ഈ ഭാര്യയെ പിടിക്കും, പിള്ളേരെ പിടിക്കും. എന്നാൽ ഈ സഹോദരി ആരോടും ഒരു പരാതിയും പറയാതെ, ആ ഭർത്താവിനെ ചൊല്ലി നാട്ടിലോ സഭയിലോ ഒന്നും ബഹളം ഉണ്ടാക്കാതെ കണ്ണുനീരോടുകൂടെ തൻ്റെ ഭർത്താവിൻ്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാനതിന് സാക്ഷിയാണ്. ആ മകനെ അത്ഭുതകരമായി ദൈവം വിടുവിച്ചു. വിടുവിക്കുവാൻ മാത്രമല്ല, തൻ്റെ ജീവിതത്തിൽ വന്ന പരിവർത്തനത്തിൻ്റെ ഫലമായിട്ട് തൻ്റെ അനുഭവങ്ങൾ സാക്ഷ്യം പറയുന്ന ഒരു സുവിശേഷ പ്രസംഗകനായി തീർന്നു. ഒരു സമയത്ത്, ഇന്ന് അദ്ദേഹം ലോകത്തിലില്ല, ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ആമേൻ. ഒരു സമയത്തേക്ക് കർത്താവ് തന്നെ ഉപയോഗിച്ചു. ഓ യെസ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ജീവിതത്തിൽ വലിയ മാറ്റങ്ങളെ നൽകി തരുവാൻ യേശു ആഗ്രഹിക്കുകയാണ്. അവിടുന്ന് അത്ഭുതങ്ങളെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ഈ നല്ല പ്രഭാതത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. കർത്താവ് വലിയ അത്ഭുതങ്ങൾ ചെയ്യട്ടെ. കേരളത്തിൻ്റെ അവസ്ഥ നിങ്ങൾ ശ്രദ്ധിക്കുക. 45,000 കോടി രൂപയുടെ മദ്യമാണ് ഏതാണ്ട് 1-2 വർഷങ്ങൾക്കുള്ളിൽ കേരളക്കാർ കുടിച്ചു തീർക്കുന്നത്. ആമേന്. അത്ര ഭീകരമാകുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ സംസ്ഥാനം നേരിടുന്നത്. അപ്പോൾ എത്ര കോടി ആളുകൾ മദ്യപാനാസക്തിക്ക് അടിമകളാകുന്നു എന്ന് ചിന്തിച്ചു നോക്കുക. 3 കോടി ആളുകളാണ് ഈ സംസ്ഥാനത്തിൽ പാർക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു നല്ല ശതമാനം ആളുകൾ ഇത് രുചിക്കുന്നവരാകുന്നു, ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ ഇത് കുടിക്കുന്നവരാകുന്നു എന്ന് വ്യക്തം. ആമേന്. ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നവരുണ്ട്, വല്ലപ്പോഴും കുടിക്കുന്നവരുണ്ട്. അവർ പറയുന്നത് ഒരു സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊന്ന് രുചിക്കുന്നതേ ഉള്ളൂ, ഞങ്ങൾ അടിമകളല്ല, ആസക്തിയിൽ പിടിക്കപ്പെട്ടവരല്ല എന്ന് പറയുന്നവരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ബൈബിൾ അനുസരിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതിനോട് സമ്പൂർണ്ണമായിട്ട് വിട പറ. നിങ്ങളുടെ ബന്ധുക്കളുടെ കല്യാണത്തിന് പോകുമ്പോഴും പ്രിയപ്പെട്ടവരുടെ ആ പാർട്ടിക്ക് പോകുമ്പോഴും ഞാൻ കുടിക്കത്തില്ല എന്ന് പറയുവാനുള്ള ധൈര്യവും തൻ്റെ ഇടവും പ്രാപിക്കുക. അതിനകത്ത് യാതൊരു ലജ്ജയുടെ വശവുമില്ല. അവിടെ ചെന്ന് ടെംപ്റ്റേഷൻ ഉണ്ടാകേണ്ട കാര്യമില്ല. ടെംപ്റ്റേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ
നിൻ്റെ അകത്ത് ഇനിയും മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. നീ യേശുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോയി ഓരോ പാർട്ടികൾക്കും മറ്റിടത്തും പോയിട്ട് മദ്യപിക്കുവാൻ ഒരിക്കലും അനുവദിക്കരുത്. അങ്ങനെ ആയിത്തീരരുത്. അതിൽ നിന്ന് നമ്മളെ സ്വതന്ത്രമാക്കുവാൻ കർത്താവ് വിശ്വസ്തനാണല്ലോ. ഇതൊന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയാൻ നല്ല ജീവിതം പരിശുദ്ധാത്മ നിറവിൽ ലഭിക്കുന്ന ഒരു ലഹരിയുണ്ട്. മദ്യപാനാസക്തിക്ക് വേണ്ടി ഒരാൾ പോകുന്നതല്ലേ, മദ്യപിക്കുന്നതിൻ്റെ പിന്നിൽ ഉള്ള ഒരു രഹസ്യം എന്ന് പറയുന്നത് ലഹരിയാണ്. ഈ റിവാർഡ് സിസ്റ്റം നൽകുന്ന ആ ലഹരിക്ക് വേണ്ടിയാണല്ലോ കുടിക്കാൻ പോകുന്നത്. അന്ന് ഞാൻ റിവാർഡ് സർക്യൂട്ടിനെ കുറിച്ചും കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു. ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഓരോ ദിവസം കഴിയുമ്പോൾ കൂടുതൽ കുടിക്കേണ്ടതായിട്ട് വരികയാണ്. അങ്ങനെയാണ് ചിലർക്ക് ഒരു കുപ്പി കുടിക്കുന്നത്. കാരണം ഈ റിവാർഡ് സിസ്റ്റത്തിൽ ഉള്ള റിവാർഡ് സർക്യൂട്ട് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ആ ലഭ്യമായ സുഖത്തെ നിലനിർത്തുവാൻ വേണ്ടി കൂടുതൽ അളവ് ആവശ്യമാണ്. ബ്രെയിനെ ഹൈജാക്ക് ചെയ്യുകയാണ്. അങ്ങനെ എന്തിനാണ് ജീവിതത്തെ തകർക്കുന്നത്? അത് മദ്യപാനാസക്തിയിൽ പിടിക്കപ്പെട്ടവർ. അല്ലാതെ തന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും കുടിക്കുന്നവർ, അവർ അടിമകളൊന്നുമല്ല, അടിമത്വമില്ല, പക്ഷെ വല്ലപ്പോഴും കുടിക്കുന്നവർ. അതും ഒഴിവാക്ക്. നീ യേശു നിൻ്റെ അകത്തുണ്ടെങ്കിൽ, യേശു അകത്തിരിക്കുകയാണ് എങ്കിൽ, നിൻ്റെ ഹൃദയത്തിൽ യേശു ഉണ്ടെങ്കിൽ നിനക്കങ്ങനെ മദ്യപിക്കാൻ കഴിയും. ഇടയ്ക്ക് ഒരു പ്രാവശ്യമാണെങ്കിൽ പോലും നിനക്കങ്ങനെ കുടിക്കാൻ കഴിയും. അത്തരത്തിലുള്ള സകലവിധമാകുന്ന സ്വാധീനത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ച് വിശുദ്ധമാകുന്നൊരു ജീവിതം നയിക്കുവാൻ വേണ്ടി ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. അവിടുന്ന് മഹാത്ഭുതങ്ങൾ ചെയ്യുവാൻ വിശ്വസ്തനാകുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ വിടുതൽ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. യേശു അത്ഭുതങ്ങൾ ചെയ്യുവാൻ പോകുന്നു. പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്യത്ഭുതകരമാകുന്ന ദൈവ സ്പർശനങ്ങളെ അങ്ങയുടെ ജനത്തിന് മേൽ അങ്ങ് അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആസക്തിയിൽ നിന്ന് വിടുതൽ വേണ്ടവർ ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഇന്നവരുടെ വിടുതലിൻ്റെ ദിവസമാകട്ടെ. പ്രത്യേകിച്ച് മദ്യപാനാസക്തിയിൽ നിന്ന് കർത്താവെ വിടുതലാഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെ മേലുള്ള ബന്ധനങ്ങൾ പൊട്ടട്ടെ. ആ മദ്യപാനാസക്തിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുരാത്മാവിനോട് ഞാൻ കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. യേശുക്രിസ്തുവിൻ നാമത്തിൽ പുറത്തുപോക, യേശുക്രിസ്തുവിൻ നാമത്തിൽ പുറത്തുപോക. അത്ഭുത വിടുതലുകൾ സംഭവിക്കട്ടെ, അത്ഭുത വിടുതലുകൾ സംഭവിക്കട്ടെ. അവരുടെ ആ രക്തത്തിൽ തന്നെ കലർന്നിരിക്കുന്ന ആ സ്വാധീനങ്ങൾ അപ്രത്യക്ഷമാകട്ടെ. തലച്ചോറിനകത്തുള്ള സ്വാധീനങ്ങൾ അപ്രത്യക്ഷമാകട്ടെ. യെസ് ലോർഡ്, ഹല്ലേലൂയ. സാധാരണ നിലയിൽ ശരീരം പ്രവർത്തിക്കുവാൻ കഴിയുന്ന നിലവാരത്തിൽ തലച്ചോറിനെയും സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മദ്യപാനാസക്തിയുടെ പിന്നിൽ ഒളിഞ്ഞുകിടക്കുന്ന ഒരു ആന്തരിക മുറിവുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ബാല്യകാല മുറിവുകളുണ്ടെങ്കിൽ, യേശുവിൻ നാമത്തിൽ ആ മുറിവുകൾ സൗഖ്യമാകട്ടെ. ആ ആന്തരിക മുറിവുകൾ സൗഖ്യമാകട്ടെ. ഒരു വലിയ അത്ഭുതം കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം, സ്തോത്രം. ആസക്തികളിൽ നിന്ന് പ്രിയപ്പെട്ടവരെ വിടുവിക്കുന്നതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കുടുംബങ്ങളെ സ്വർഗമാക്കണം കർത്താവേ. അവരുടെ പക്കലുള്ള നന്മ വെറുതെ ആമേന് നഷ്ടപ്പെടുവാൻ അനുവദിക്കാതെ അവർക്കുള്ളത് അവരനുഭവിക്കട്ടെ. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അവർ അനുഭവിക്കട്ടെ. സ്വർഗം അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അങ്ങനെയുള്ളവരെ വിടുവിച്ച് പ്രാർത്ഥിക്കുകയാണ്. അത്ഭുത വിടുതലുകൾ ഇപ്പോൾ സംഭവിക്കട്ടെ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓ റബ്സ്പിച്ചിൽ മോർ ബഹാതനെ ഋഷില്ലാറാമസനാധികൽക്കര. ലങ്സിന് വന്ന കേടുകൾ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. ആമേൻ. ശ്വാസകോശവുമായി ബന്ധപ്പെട്ട രോഗബാധകൾ, അണുബാധകൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ, യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ലോബാറാം സ്പ്രേതുമനി അർച്ചുമനി അല്ലക്കബന റിയാംധോന റൂസീറ്റിൽ ബറൂന ബോസ്പിറ്റലി അർബുജുനി വീൽബഥന റിബക്കസ്കിൽമന റൂസയിലെ ആർത്തിനി അൽക്കര. ക്യാൻസർ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ, യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അത്ഭുതങ്ങൾ ചെയ്യണം കർത്താവേ. രോഗികളെ തുടരും കർത്താവേ. അവരിപ്പോൾ തന്നെ യേശുവിൻ്റെ കരസ്പർശനം അനുഭവിക്കട്ടെ. അങ്ങയുടെ ആണിപ്പഴുതുള്ള കരത്താലുള്ള സ്പർശനം പ്രിയപ്പെട്ടവർ അനുഭവിക്കട്ടെ. അത്ഭുത സൗഖ്യം ഇപ്പോൾ പ്രിയപ്പെട്ടവർ അനുഭവിക്കട്ടെ. യേശു നിങ്ങളെ സൗഖ്യമാക്കുന്നു. യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുക. യേശു നിങ്ങളെ സൗഖ്യമാക്കുന്നു. യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുക. സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ നടുവിലായിരിക്കുന്നവരെ ഉദ്ധരിക്കണം കർത്താവേ. കടഭാരത്തിലായിരിക്കുന്നവരെ വിടുവിക്കണം കർത്താവേ. ജോലിയില്ലാത്തവർക്ക് ജോലി വഴികൾ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. അങ്ങയുടെ ജനത്തെ പിതൃപുത്ര പരിശുദ്ധാത്മനാമത്തിൽ അനുഗ്രഹിക്കുന്നു.
യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദിനമായിരിക്കട്ടെ. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു. ആമേൻ. യേശു വാഴുന്നു, യേശു വാഴുന്നു, യേശു വാഴുന്നെന്നിൽ. യേശു വാഴുന്നു, യേശു വാഴുന്നു, യേശു വാഴുന്നെന്നിൽ. ആകുല നേരത്തും